വെക്കാൻ പോവല്ലേ? അതെ. ഇതുവരെ എങ്ങനെയാ കഴിഞ്ഞിരുന്നത്? ഷെഡുകളിലായിരുന്നു. ഇപ്പൊ ഈ കാണുന്ന 1/2 ഏക്കർ ഭൂമി അല്ലെ സ്വന്തമായി. എന്താ പറയാനുള്ളത്? സന്തോഷമാണ്, പറയാനില്ല. എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ? എങ്ങനെയാണ് ശങ്കരേട്ടനെ ഈ ഒരു കുടിലാണ് ശങ്കരേട്ടൻ താമസിച്ചു വന്നിരുന്നത്. ആദ്യം ഞാൻ മെമ്പറായി വന്നതിന് ശേഷമാണ് റേഷൻ കാർഡ് ഉണ്ടാക്കിയതും ആധാർ ഉണ്ടാക്കിയതും. അതുകൂടാതെ പെൻഷൻ 67 വയസ്സായി എങ്കിലും പെൻഷൻ ഇല്ലായിരുന്നു. പെൻഷനാക്കി കൊടുത്തു. ഇപ്പോൾ സന്തോഷമായിട്ടുള്ളൊരു വാർത്തയും കൂടിയാണ്. 40 വർഷമായി ശങ്കരേട്ടൻ ഈ സ്ഥലത്ത് താമസിച്ച് വരുന്നു. ഫോറസ്റ്റ് ഭൂമി ആയതുകൊണ്ട് പലരും പറഞ്ഞിരുന്നു ഇങ്ങനെ ഈ ഫോറസ്റ്റ് ഭൂമി സ്വന്തമായി കിട്ടില്ല എന്നുള്ളൊരു അറിയിപ്പ് പുറത്തുനിന്ന് ഇങ്ങനെ ആളുകൾ പറഞ്ഞിരുന്നു. എങ്കിൽ കൂടി ഞങ്ങൾ ഒരു ടീമായി ഇത് വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റ് ഭൂമി 50 സെൻറ്റോളം ഭൂമി ശങ്കരേട്ടൻ്റെ പേരിലായത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ശങ്കരേട്ടനെ പോലെയുള്ള ആളുകളെ കണ്ടെത്തി അതിദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവർക്ക് ജീവനോപാധി നൽകി അവർക്ക് ഭക്ഷണം കിട്ടാതെ, അതായത് ഒറ്റയ്ക്കാണ് താമസം, ഭാര്യ മരിച്ചുപോയതാണ്. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി അവരുടെ വിശപ്പില്ലായ്മ ചെയ്യാനുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തുന്നു. പഞ്ചായത്ത് അംഗം അവരെ കണ്ടെത്തുന്നു, അത്തരത്തിൽ വിശപ്പില്ലായ്മ ചെയ്യുന്നു. പിന്നീട് ആധാർ കൃത്യമായി ശരിയാക്കി നൽകുന്നു. അതുപോലെ തന്നെ റേഷൻ കാർഡ് ശരിയാക്കി നൽകുന്നു. പിന്നീട് താമസ സ്ഥലം ശരിയാക്കി നൽകുന്നു. താമസ സ്ഥലത്തോടൊപ്പം സ്ഥലം മാത്രമല്ല വീട് വെക്കാനുള്ള എല്ലാ പണവും നൽകുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു മനുഷ്യനെ സ്വയം പര്യാപ്തമാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഒരു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം അത് പൂർണ്ണമായും നടപ്പിലാക്കിയത് എനിക്ക് തോന്നുന്നത് കൃത്യമായും ശങ്കരേട്ടൻ അതിനൊരു ഉദാഹരണം തന്നെയാണ്.